നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പല രീതിയിലുള്ള സൈബർ തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. വെർച്വൽ അറസ്റ്റിലൂടെ ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഭവങ്ങൾ. ഇതോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ വാട്സാപ്പിലൂടെ പണം ആവശ്യപ്പെട്ട് അവർ മറ്റേതെങ്കിലും അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ രോഗാവസ്ഥയിലാണ്, അതുകൊണ്ട് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വ്യാജ സന്ദേശങ്ങൾ ലഭിക്കും. പലരും ഇതുപോലുള്ള സാമ്പത്തിക സഹായം നൽകി കബളിപ്പിക്കപ്പെടാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഗായിക അമൃത സുരേഷാണ് സമാനമായൊരു തട്ടിപ്പിന് ഇരയായത്. ബന്ധുവിൻ്റെ വാട്സാപ്പിൽ നിന്നും 45,000 രൂപ ആവശ്യപ്പെട്ട് മെസ്സേജ് വന്നപ്പോൾ അമൃത പണം നൽകുകയായിരുന്നു. പണം നൽകിയ ഉടനെ 30,000 രൂപ വീണ്ടും ആവശ്യപ്പെട്ടു. സംശയം തോന്നി ബന്ധുവിനെ നേരിട്ട് വിളിച്ചപ്പോഴാണ് വാട്സാപ്പ് ഹാക്ക് ചെയ്ത വിവരം അമൃത അറിഞ്ഞത്. ഇതേ തുടർന്ന് അമൃത പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഞാൻ രാവിലെയും കൂടെ മെസ്സേജ് അയച്ച് ചാറ്റ് ചെയ്തതാണ് എൻ്റെ ചേച്ചിയുടെ അടുത്ത്. അപ്പം പുള്ളിക്കാരത്തിയുടെ ഫോണിൽ നിന്നാണ് എനിക്ക് വാട്സപ്പിലാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളുടെ സ്വന്തം എന്ന് പറയുന്ന ബന്ധങ്ങളിലുള്ള ആളുകൾ, അതും ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമാണുള്ളത്. അപ്പം എന്തെങ്കിലും എമർജൻസി വരും, ഞാൻ ചിലപ്പോൾ ചേച്ചിയുടെ അടുത്ത് ചേച്ചി എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഇടൂന്ന് പറയും, അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള റിലേഷൻഷിപ്പ് ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മളധികം വിളിച്ച് ക്ലാരിഫൈ ചെയ്യാൻ ഇല്ലല്ലോ. അപ്പൊ മാത്രമല്ല രാവിലെയും കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്താണ് ആ വാട്സപ്പില്. അപ്പോ എക്സ്പെക്ട് ചെയ്തില്ല. മാത്രമല്ല ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് മെസ്സേജ് വന്നു. എനിക്ക് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇംഗ്ലീഷിലാണ് മെസ്സേജ് വന്നത്. പൈസ അയക്കോ, എമർജൻസി ആണ്, 1 hour തന്നെ ഇടാം. എന്റെ UPI വർക്ക് ചെയ്യുന്നില്ല, ദീപകിന്റെ UPI, ദീപക് എന്ന് പറഞ്ഞ ഒരാളുടെ ഇത് തരാം, അതിലേക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് വേഗം തന്നെ, അപ്പൊ എന്റെ കയ്യിൽ പൈസ ഉള്ള ഒരു സമയമായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഇട്ടു. ഞാൻ ചേച്ചിയെടുത്ത് മെസ്സേജ് ചെയ്യുകയും ചെയ്തു, ചേച്ചി EMI കട്ടുള്ള എനിക്കല്ലേ 1 hour ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കണേ. അമൃതയുടെ പരാതിയിൽ കടവന്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയത് മഹാരാഷ്ട്രയിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, ഇതുപോലുള്ള പല തട്ടിപ്പുകളും നമ്മൾ കേൾക്കാറുള്ളതാണ്. പ്രത്യേകിച്ചും വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട്, നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ രൂപീകരിച്ച് പിന്നീട് അതുവഴി മെസ്സഞ്ചർ വഴി നമുക്ക് മെസ്സേജ് അയക്കുകയും ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ രോഗമാണ്, സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ വരുമ്പോൾ നേരത്തെയൊക്കെ ഇത് സത്യമാണെന്ന് കരുതി അല്ലെങ്കിൽ ആ വ്യക്തി തന്നെയാണ് നമുക്ക് മെസ്സേജ് അയച്ചെന്ന് എന്ന് കരുതി തന്നെ പലർക്കും സഹായങ്ങൾ നൽകി കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള നിരവധി സംഭവങ്ങൾ നിത്യേന നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ ഇവിടെ അമൃത സുരേഷിൻ്റെ ബന്ധുവിൻ്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്ത് അതുവഴി മെസ്സേജ് അയച്ചിരിക്കുന്നു. അമൃത സുരേഷിന് ഏകദേശം 45,000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത്, ആരാണ് നടത്തിയത്, ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ നവമി? ടോം, ഇപ്പോൾ അമൃതയ്ക്ക് സംഭവിച്ചതുപോലെ ഒരു തട്ടിപ്പ് അത് നമുക്കുമൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. കാരണം വാട്സപ്പിലൂടെയാണ് പലപ്പോഴും നമ്മൾ ബന്ധുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ സന്ദേശമിടുന്നത് വാട്സപ്പിലൂടെയായിരിക്കും. പിന്നീടാണ് ഗൂഗിൾ പേയിലൂടെയോ അല്ലെങ്കിൽ ഫോൺ പേയിലൂടെയോ ഒക്കെ നമ്മൾ പൈസ കൈമാറുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് അമൃതയ്ക്ക് സംഭവിച്ചത്. കുറച്ച് സമയം മുൻപ് വരെ സംസാരിച്ചിരുന്ന അടുത്ത ബന്ധു, കസിൻ സിസ്റ്റർ എന്നാണ് പറയുന്നത്, സിസ്റ്ററിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പോയിരിക്കുമ്പോഴാണ് ആ മൊബൈൽ ഫോണിൽ നിന്നും ആ വാട്സപ്പ് നമ്പറിൽ നിന്നും കസിൻ്റെ മെസ്സേജ് വരുന്നത്, അത്യാവശ്യമായി പണം നൽകണമെന്ന്. യാതൊരു സംശയവും കൂടാതെ അമൃത പണം നൽകുകയും ചെയ്തിരുന്നു. പിന്നീടാണ് വീണ്ടും ആദ്യം 45,000 രൂപ ചോദിച്ചു, പിന്നീട് 30,000 രൂപ ചോദിച്ചു. ആ സമയത്ത് വീണ്ടും 30,000 രൂപ കൂടി ചോദിച്ചപ്പോഴാണ് എന്താണിപ്പോൾ ഇത്രയ്ക്കും തുകയുടെ അത്യാവശ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടോ, ആശുപത്രി കേസുണ്ടോ എന്നുള്ളൊരു സംശയത്തെ തുടർന്നാണ് അമൃത ഫോൺ വിളിച്ച് കസിനെ വിളിക്കുന്നത്. അപ്പോഴാണ് തൻ്റെ ഫോൺ ഇങ്ങനെ നമ്പർ ഹാക്ക് ചെയ്തു, വാട്സപ്പ് ഹാക്ക് ചെയ്തു, തൻ്റെ സഹപ്രവർത്തകരോടും മറ്റ് ബന്ധുക്കളോടും ഒക്കെ കടം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതിൽ പലരും പണം നൽകിയിട്ടുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം അമൃത അറിയുകയും ചെയ്തത്. ഉടനെ തന്നെ കടവന്തറ പോലീസിന് പരാതി നൽകി. പക്ഷേ പോലീസ് പറയുന്നത് പ്രകാരം ഈ ഒന്നാമത്തെ കാര്യം, അമൃതയുടെ ഈ വീടിരിക്കുന്ന സ്റ്റേഷൻ പരിധിയിലായിരുന്നില്ല ഈ കടവന്തറ പോലീസ്. പക്ഷേ
കടവന്ത്ര പോലീസ് ഉടനെ തന്നെ സൈബർ പോലീസിന് എൻ്റെ നമ്പർ കൈമാറുകയും പിന്നീട് അമൃത പോലീസിനെ വിളിച്ചു കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞു. ഈ വന്ന നമ്പറും മെസ്സേജുകളും എല്ലാം തന്നെ കൃത്യമായി ഫോർവേഡ് ചെയ്തു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് ബീഹാറിൽ നിന്നുമുള്ള ഒരു ദീപക് എന്നൊരാളുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയിട്ടുള്ളത്. പക്ഷെ അത് വ്യാജമാണെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും പോലീസ് പറയുന്നത് പ്രകാരം ഇനി ആ അക്കൗണ്ടിലേക്ക്, അതായത് അമൃത പണം നൽകിയ അക്കൗണ്ടിലേക്ക് കൂടുതൽ തുക വരികയാണെങ്കിൽ മാത്രമേ അമൃതയുടെ പണം തിരികെ ലഭിക്കുകയുള്ളൂ. അങ്ങനെ പണം ലഭിക്കുന്ന സമയത്ത് തന്നെ പോലീസ് ആ അക്കൗണ്ട് ഫ്രീസ് ആക്കുകയും അതിലുള്ള പണം ഈ തട്ടിപ്പിനിരയായവർക്ക് മടക്കി നൽകുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. പിന്നീട് ആ അക്കൗണ്ടിലേക്ക് യാതൊരുവിധ ട്രാൻസാക്ഷനും നടന്നിട്ടില്ല. അതുകൊണ്ട് അമൃതയുടെ പൈസ അത് പോയതുപോലെയാണ്. ഇനി ചിലപ്പോൾ തിരിച്ചു കിട്ടുമായിരിക്കുമെന്ന് മാത്രമേ പോലീസിന് പറയാൻ കഴിയുന്നുള്ളൂ. ഈ ബീഹാർ സ്വദേശി ദീപക് അത് ഒരു വ്യാജ ഓരോ ദിവസവും നിരവധി സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കണക്കനുസരിച്ച് ഒരു വർഷം മാത്രം ഏകദേശം 1000 കോടി രൂപയിലധികം കേരളത്തിൽ നിന്ന് മാത്രം സമാനമായ രീതിയിൽ സൈബർ സംഘങ്ങൾ ആളുകളെ, സാധാരണക്കാരായ ജനങ്ങളെ ഉൾപ്പെടെ കബളിപ്പിച്ച് പണം തട്ടുന്നുണ്ട് എന്ന കണക്കുകളാണ് കഴിഞ്ഞ നേരത്തെ പുറത്തു വന്നത്. പക്ഷേ ഇവിടെ ഈ കബളിപ്പിക്കുന്ന ഇതുപോലെ തട്ടിപ്പ് നടത്തുന്ന സൈബർ സംഘങ്ങളെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചാൽ പോലും അറസ്റ്റ് ഉണ്ടാകാറുണ്ട്. ഒറ്റപ്പെട്ട കേസുകളിൽ മാത്രം അറസ്റ്റ് ഉണ്ടാകും. ഈ കബളിപ്പിച്ചെടുത്ത പണത്തിൽ, തട്ടിയെടുത്ത പണത്തിൽ 5% മാത്രമാണ് തിരികെ ലഭിച്ചിട്ടുള്ളത് എന്നാണ് പോലീസ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും അമൃത സുരേഷിനെ സംബന്ധിച്ച് 45,000 രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടത്. ആശ്വാസകരമായ കാര്യമാണ്. ഇത് കണ്ടെത്തുക, ഈ പണം തിരികെ കിട്ടുക, അതോടൊപ്പം ഈ തട്ടിപ്പ് സംഘങ്ങളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ നവമി? ടോം, അത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ തന്നെ മനസ്സിലായി, നമ്മൾ ആ വിളിക്കുന്ന നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട്, ട്രാൻസാക്ഷൻ നടന്ന അക്കൗണ്ട്, ഇതെല്ലാം വ്യാജമാണ്. ആ സമയത്ത് തന്നെ ഇവർ അക്കൗണ്ട് പൂട്ടി പോകുന്ന ഒരു സാഹചര്യമാണ്. മറ്റൊന്ന്, ഈ ഫോൺ കോൾ ട്രേസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാൽ പക്ഷെ അത് ചിലപ്പോൾ വാട്സപ്പ് കോൾ ആയിരിക്കും, അല്ലെങ്കിൽ ആ നമ്പർ ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇവർ വിദഗ്ധമായിട്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. ഇവരെ തിരക്കി പോലീസ് വരുമെന്നും ഇവർ അറസ്റ്റിലാകുമെന്നൊക്കെ അറിയുന്നത് കൊണ്ട് വളരെ വിദഗ്ധമായിട്ടുള്ള തട്ടിപ്പാണ് ഇവർ പലപ്പോഴും നടക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ആ വാട്സപ്പ് കോള് വരുന്നത് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നായിരിക്കും. ആള് ചിലപ്പോൾ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും. പക്ഷേ ഇന്റർനാഷണൽ കോളാണ്. നമ്മൾ ആദ്യം ട്രേസ് ചെയ്ത് പോകുന്ന പോലും പോലീസിന് വളരെ ബുദ്ധിമുട്ടാകുന്ന സംഭവമാണ്. ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ ആത്മഹത്യ ചെയ്യുന്നവരുടെ കേസ് അന്വേഷിച്ച് പോകുമ്പോഴായിക്കോട്ടെ, മറിച്ച് ഈ സൈബർ ഈ വിർച്വൽ അറസ്റ്റ് എന്ന രീതിയിലേക്ക് തട്ടിപ്പ് നടത്തുന്ന രീതികളിലേക്കായിക്കോട്ടെ, ഇവരെല്ലാവരും നടത്തുന്ന ഈ തട്ടിപ്പിൽ പോലീസിന്റെ അന്വേഷണം പാതി വഴിയിൽ അവസാനിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസായാലും മറ്റധികൃതരായാലും നൽകുന്ന മുൻഗണന. ഇങ്ങനെയുള്ള മെസ്സേജുകളോ കോളുകളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതീവ സുരക്ഷയോടുകൂടി അല്ലെങ്കിൽ അതീവ ശ്രദ്ധയോടുകൂടി മാത്രമേ പണം നൽകാൻ പാടുകയുള്ളൂ. പ്രത്യേകിച്ച് വിർച്വൽ അറസ്റ്റ് എന്നുള്ളൊരു സംഭവം അത് ഇല്ല. അങ്ങനെയുള്ള മെസ്സേജ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ വിർച്വൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണെങ്കിലോ അത് വിശ്വസിക്കരുത്. ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുക. പണം നൽകാനുള്ള ശ്രമം നിങ്ങൾ നടത്തരുതെന്നൊരു കൃത്യമായിട്ടുള്ള മെസ്സേജ് പോലീസിന്റെയും സൈബർ വിദഗ്ധരുടെയും ഭാഗത്ത് നിന്ന് നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ തന്നെ ആദ്യം കേൾക്കുന്നത് ഈ സൈബർ തട്ടിപ്പ് ഉണ്ടാകുന്ന ഒരു മുന്നറിയിപ്പ്. അങ്ങനെ സൈബർ തട്ടിപ്പിനിരയാകുകയാണെങ്കിൽ വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ്. എങ്കിൽ പോലും തട്ടിപ്പിനിരയാകുന്നവർ നിരവധിയാണ്. അമൃത സുരേഷിനെ പോലെ ഇന്ന് നാളെ നമ്മൾക്കുമൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് വരാം. പ്രത്യേകിച്ച് നമ്മളെ അടുത്ത ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ വാട്സപ്പിൽ നിന്നും പണം ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് വന്നാൽ നമ്മൾ സ്വാഭാവികമായും അത് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. പക്ഷെ അതിനു മുൻപായി നമ്മൾ ആ സുഹൃത്ത് തന്നെയാണോ ആ മെസ്സേജ് അയച്ചതെന്ന് വിളിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കുക പണം കൈമാറാൻ പാടുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഫോൺ ഹാക്ക് ചെയ്ത് നമ്മുടെ പണവും പിന്നീട് നമ്മുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സൈബർ തട്ടിപ്പുകളെ കുറിച്ചാണ് നമ്മൾ കേൾക്കാറുള്ളത്. പല പ്രമുഖർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വെർച്വൽ അറസ്റ്റ് വഴി പണം നഷ്ടപ്പെട്ട നിരവധി സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഒരാഴ്ച മുൻപാണ്, ഈ ഒരാഴ്ചക്കിടെയാണ് കളമശ്ശേരിയിലെ
ഒരു 60-കാരനെ കബളിപ്പിച്ച് 1 കോടി രൂപയിലധികം തട്ടിയെടുത്തത്. ആ കേസിൻ്റെ ഒരു പശ്ചാത്തലം ഇതായിരുന്നു. അതായത് ഇന്ത്യൻ ആർമിയുടെ രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും, ഇവിടെ പണം അടച്ചാൽ അല്ലെങ്കിൽ കൈക്കൂലി നൽകിയാൽ ഈ കേസിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു വടക്കേന്ത്യൻ സംസ്ഥാനത്തു നിന്നുള്ള ഒരു പോലീസ് എന്ന രീതിയിൽ ബന്ധപ്പെടുന്നു, SI എന്ന രീതിയിൽ ബന്ധപ്പെടുന്നു. പിന്നീട് പണം തട്ടിയെടുത്ത സംഭവം, പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് തട്ടിപ്പാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് പോലും. അങ്ങനെ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള രീതികൾ പരീക്ഷിച്ച് ആളുകളെ കബളിപ്പിക്കാനായി സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഇറങ്ങുന്നു. ഇതിന് പിന്നിൽ മലയാളികൾക്ക് പോലും ബന്ധമുണ്ട്. മലയാളികളും ഈ കണ്ണിയുടെ ഭാഗമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ടോം, അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും ഈ വിർച്വൽ അറസ്റ്റ് എന്ന രീതിയിൽ അവർ വീഡിയോ കോളിലേക്ക് വരുമ്പോൾ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒരു പോലീസിന്റെ ആയിരിക്കാം. ചിലപ്പോൾ അവർ മുംബൈ പോലീസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾക്ക് മുന്നിൽ എത്തുന്നത്. ഇതൊക്കെ പലപ്പോഴും വിശ്വസിച്ചു പോകുന്നു. ഈ വാർത്തകൾ കേൾക്കാതെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഇവരുടെ ഭീഷണി സന്ദേശത്തിൽ പലപ്പോഴും വഴങ്ങിപ്പോകുന്ന സാഹചര്യമാണ്. അങ്ങനെയാണ് കയ്യിലിരിക്കുന്ന കാശ് നൽകുവാൻ നിർബന്ധിതരാകുന്നത്. ഈ അടുത്തിടയ്ക്ക് തന്നെയാണ് നമുക്കറിയാം, ഒരു സംഗീത സംവിധായകൻ സമാനമായ രീതിയിൽ വിർച്വൽ അറസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വെക്കുകയും വീട്ടിൽ തന്നെ അയാൾ ഇരിക്കുകയും പിറ്റേ ദിവസം ഇത്ര ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അക്കൗണ്ട് നമ്പർ അടക്കം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ബാങ്കിലെത്തി ഈ അക്കൗണ്ടിലേക്ക് ഇത്രയും വലിയ തുക ട്രാൻസാക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സംശയം തോന്നിയ ബാങ്ക് മാനേജർ ഉൾപ്പെടെ ഉള്ളവരാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായുള്ള കാര്യം അറിയുമ്പോഴാണ് താൻ ഇങ്ങനെ വിർച്വൽ അറസ്റ്റിലാണെന്നും താൻ പണം നൽകിയില്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ബാങ്ക് മാനേജറുടെ കൃത്യമായ ഇടപെടൽ മൂലമാണ് അദ്ദേഹത്തിന്റെ പണം നഷ്ടമാകാതിരിക്കുകയും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ എത്ര പേര് അങ്ങനെ ചെയ്യുമെന്നറിയില്ല. നമ്മൾ ആ ബാങ്ക് മാനേജറോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഈ സംഗീത സംവിധായകൻ വളരെ ഭയത്തോടുകൂടി പേടിച്ച് ഈ ട്രാൻസാക്ഷൻ നടത്തില്ല എന്ന് പറയുമ്പോൾ കൂടി അത് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഭയപ്പെട്ടാണ് തങ്ങളുടെ മുന്നിലിരുന്നത്. ആ സംശയമാണ് പിന്നീട് ഈ ട്രാൻസാക്ഷൻ നൽകാതെ അല്ലെങ്കിൽ ഇവരുടെ ഈ വിർച്വൽ അറസ്റ്റ് എന്ന സംഭവത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചതെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. പലപ്പോഴും ഇങ്ങനെ അറസ്റ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഇത്ര ഈ സൂചിപ്പിച്ചതുപോലെ സംഗീത സംവിധായകൻ ജെറി അമൽദേവിന് പണം നഷ്ടപ്പെട്ട സൈബർ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെടാനിടയായ സാഹചര്യം. പക്ഷെ അവിടെ ബാങ്ക് അധികൃതരുടെ ഇടപെടൽ കാരണമാണ് വലിയ ചതിയിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങളുണ്ട്. നമുക്ക് നേരെ ഇതുപോലുള്ള സൈബർ തട്ടിപ്പുകാരുടെ ഭീഷണി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരിച്ചറിയുക, ഉടൻ തന്നെ സൈബർ പോലീസിൽ പരാതി നൽകുക, അല്ലെങ്കിൽ നമ്മുടെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക, നിയമ നടപടി സ്വീകരിക്കുക.